ഇസ്രായേൽ സൈനികർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഗസ മേഖലയിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് IDF സംഘം, IDFിൻ്റെ മേധാവി തന്നെയാണ് ഇയാൾ സമീർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. 5 സൈനികരാണ് ബൈത്തുഹാനിൽ വെച്ച് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 12 സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തം കെണിയൊരുക്കിക്കൊണ്ട് ഹമാസ് ചെയ്ത പ്രവൃത്തിയാണ് എന്ന് IDF സംഘം ആരോപിച്ചു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനു മുൻപ് അക്രമം ഉണ്ടായിരുന്നു, 2 അതിലധികമോ സൈനികർ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂട്ടമരണങ്ങൾ ഇസ്രായേലി സൈനികർക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഒരേ സമയത്ത് 5 സൈനികർ കൊല്ലപ്പെടുകയും 12 പേർക്ക് ഗുരുതര പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നത്. ഇതോടുകൂടി IDFിൻ്റെ മേധാവികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഒരു സന്ദേശ കത്തയച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും അങ്ങനെ തന്നെ സാധൂകരിക്കുന്ന തരത്തിൽ ഗസ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, IDF സൈനിക സംവിധാനത്തിൻ്റെ ഇടയിൽ തന്നെ മാനസികപരമായിരിക്കുന്ന വലിയ പിരിമുറക്കം അനുഭവപ്പെടുന്നു. അവർ യുദ്ധമുഖത്ത് സജീവമാണെങ്കിൽ പോലും മാനസികമായ രീതി വലിയ പ്രയാസം ഉണ്ടാവുന്നത് കൊണ്ടാണ് വലിയ ആത്മഹത്യകളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലും എളുപ്പത്തിലും ഗസ കീഴടക്കാൻ സാധിക്കില്ലെന്ന് IDF സംഘം തന്നെ ഇപ്പോൾ